നമസ്കാരം. കേരള ജനക്കൂട്ടം വിക്കിത്തേക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇന്ന് 1-ാം തീയതിയാണ്. 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിമനോഹരമായ ഒരു മാസം ആശംസിക്കുന്നു. അതെ, ഇന്നലെ 30-ാം തീയതി ആയിരുന്നു. കഴിഞ്ഞ മാസത്തെ അവസാന ദിവസങ്ങളിൽ കണ്ടുവന്ന അപരാധങ്ങൾ കോർത്തിണക്കിയ അതിമനോഹരമായ ഒരു റിയാക്ഷൻ വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തുടങ്ങാൻ പോകുന്ന നമുക്ക് വെൽക്കം ചെയ്യാം. This is not the end. This is not my end. This is my beginning. This is not the end. This is my beginning. Thank you very much. Thank you. ഊമ്പി സംഭവം പുള്ളി വലഞ്ഞു നിൽക്കുക. അതിന്ന് ഇറക്കി വിട്ടു. പക്ഷെ ഇറങ്ങി വരേണ്ട ഒരാളല്ലായിരുന്നു. എന്തോ കാര്യമൊന്നും അറിയത്തില്ല. ഇതൊന്നും അല്ല, അവസാനം ഇനി തുടങ്ങാൻ പോവാന്നാ പറയുന്നേ. തുടങ്ങല്ലേ. അനീഷ്, എല്ലാവർക്കും വീതം വെച്ചോ. വീതം വെച്ചോണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. ബിഗ് ബോസിന് മാറ്റി വെച്ചിട്ടുണ്ട്. വയ്ക്കണ്ട, ആ മനസ്സ് മതി. അനീഷിന്റെ PR നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ അനീഷിനെ പൊക്കിയുള്ള വീഡിയോ എല്ലാത്തിനകത്തും കാണും, ബിഗ് ബോസ് തീരുന്നവരെ. അനീഷ് തന്തലാജ് കാണിച്ച് അത് നമ്മൾ പറയുകയും ചെയ്യും. അത് വേറെ കാര്യം. कौन सी कटिंग बनाओ आपकी भाई? भाई ऐसी कटिंग बनाओ. अच्छा दिखाओ, मुझे दिखाओ 1 मिनट. अच्छा ये तो भाई बस कटिंग है, शार्ट बस कटिंग है. ऐसी चाहिए आपको? जी जी. अच्छा ये तो बहुत एक्सपेंसिव നമ്മളെ നാട്ടിലുണ്ട് അടിപൊളി പണിക്കാരുണ്ട്. ഏത് ടൈപ്പ് വെട്ടും. ഈ ഹിന്ദിക്കാർക്ക് ഒരു പ്രയോജനമുണ്ട്, അവർ കൃത്യമായിട്ട് വെട്ടും. कटिंग है भाई. जी जी यही चाहिए. ऐसी चाहिए आपको? सही है भाई, बन गया आपकी कटिंग. ओके हो गया, बन गई आपकी शार्ट बस कटिंग. कैसी लगी आपको कटिंग भाई? बहुत अच्छी भाई. सही लगी भाई. ये कटिंग रोनाल्डो भी रखता है भाई. सही लगी आपको? पसंद नहीं ना भाई? बहुत अच्छी. ओके हो गया. പാട്ട് തരല്ലേ, കോപ്പിറൈറ്റ് ഉണ്ടാവും. അവന്റെ നെഞ്ചു കിടന്ന് കരയുന്ന എനിക്ക് കേൾക്കാം. ബംഗാളി പുണ്ടച്ചി വീതം തുല്യമായി നേടിക്കൊണ്ട് ജയിലിൽ പോകാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അനീഷ്, ആദില. അനീഷിന്റെ അണ്ടി. അവനല്ലയോ ഫോർച്യൂണർ, പ്രവീൺ SP, പ്രണവ് SP. ഓ, പഴയ വീഡിയോസ് ഒക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്റെ ഒക്കെ എന്തോ ഇറങ്ങുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്റെ തുണ്ട് വല്ലതുമായിരിക്കും. ദ്വാരക്കും ദ്വാരക്കും ഉപ്പയും പഠിപ്പിക്കുന്ന ഏത് ഫലസ്തീന് വേണ്ടി ദ്വാരക്കാൻ മനസ്സിലാവും. നമ്മളെല്ലാം അങ്ങനെ പഠിച്ചിട്ട് വന്നതാണ്. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് ഒരു സ്ട്രീമിൽ പെട്ടെന്ന് ഒരു ചോദ്യം വന്നപ്പോ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ഞാൻ മണ്ടത്തരം എന്റെ വായിന്ന് വന്നുപോയി. ശരിയാണ്. ഓക്കെ, അതിന് റിയലി സോറി. അത് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനെ ഒരു ഇസ്രായേൽ സപ്പോർട്ടറാണെന്ന് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചു വരുമെങ്കിൽ ഐ എം റിയലി സോറി. ഐ എം എ മുസ്ലിം, ഐ ഡോണ്ട് സപ്പോർട്ട് ഇസ്രായേൽ. ഓക്കെ, പല ലൈവും നമ്മൾ ഫലസ്തീനെ ലൈവായിട്ട് നിന്നിട്ട് അത്രയും സപ്പോർട്ട് ചെയ്ത്, അത്രയും ഡൊണേറ്റ് ചെയ്ത്, അത്രയും ഫലസ്തീന് വേണ്ടി നിന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഒരാളാണ് ഞാൻ. നിങ്ങൾ എന്ത് വിചാരിച്ചിട്ട് ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത്? ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് എനിക്ക് ഉണ്ട്. അപ്പൊ ഞാനവിടെ ഹോൾഡ് ചെയ്ത് നോക്കിയിരുന്നു. ഓക്കെ, ഞാൻ ഇതുവരെ അവൻ ഓർക്കാപ്പുറത്ത് ഓരോ ചോദ്യങ്ങൾ, എന്തോരം ചോദ്യങ്ങൾ അതിനകത്ത് വരുന്നതെന്ന് നമ്മളതിപ്പോ ഇരുന്നിട്ടുള്ള ആൾക്കാരാ. അപ്പൊ അത് വലിയ കാര്യമായിട്ടൊന്നും അവൻ കണ്ടു പറഞ്ഞില്ല. പക്ഷെ അത് വലിയൊരു കാര്യമാക്കേണ്ട ഒരു കാര്യമായിരുന്നു. അവൻ അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ചിന്തിച്ചു കാണത്തില്ല. അതിപ്പോ മനസ്സിലായി. അവൻ മാപ്പ് പറഞ്ഞു നമ്മൾ അംഗീകരിക്കുക. അപേക്ഷ ഉള്ളത് എങ്ങനെയുള്ള അടുത്ത് ഇത് റിക്വസ്റ്റാണ്, ഒന്നുമില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ. ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ട്. വലിയ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട്. അദ്ദേഹം ഇമോഷണൽ ആയിട്ടാണ് പറയുന്നത്. നമുക്ക് കൂടെ നിൽക്കാം. ഈ വീഡിയോ കാണുന്നവര് അദ്ദേഹത്തിന്റെ ഏത് സിനിമയാണെങ്കിലും അത് പോയി കാണുക. ഓ, പറയാതിരിക്കാൻ വയ്യ. മാച്ച് കണ്ടവരുണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും. എന്തുവാ ശർമ്മ പോയ വർമ്മയുണ്ടോ ഞങ്ങൾക്ക്?
അത്രയും മതി, കോപ്പിറൈറ്റ് വേണ്ട. വർമ്മ വന്ന് തിന്ന് ലാസ്റ്റ് നമ്മൾ റിങ്കു സിംഗൂടായിട്ടപ്പം കളി ജയിച്ചു. ഇവന്മാരുടെ കഴപ്പ് ചില്ലറയൊന്നും അല്ലായിരുന്നു, അത് ആ കഴപ്പങ്ങ് മാറ്റിക്കൊടുത്തു. എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, അതിലുപരി ക്രിക്കറ്റിനോടാണ് താല്പര്യം. அங்க பேசக்கூடாது, இங்க பேசக்கூடாது, 5 நிமிஷம் தான் பேசணும், 10 நிமிஷம் தான் பேசணும். நான் பேசுறதே 3 நிமிஷம் தான். அதுலயும் அது பேசக்கூடாது, இதை பேசக்கூடாதுன்னு சொன்னா அப்புறம் நான் எதை தான் பேசுறது? அரியலூர்ல போனப்போ நான் கரெக்டா அந்த ஊருக்கு போறதுக்கு முன்னாடி அந்த ஏரியாலேயே அந்த பவர் கட்டு. அப்புறம் நான் திருச்சிக்கு போய் நான் பேச ஆரம்பிச்சதுக்கு அப்புறம் அந்த ஸ்பீக்கருக்கு போற அந்த வயரு கட்டு. இல்ல நான் தெரியாம தான் கேக்குறேன் சிஎம் சார். ஃபார் எக்ஸாம்பிள், இப்ப ஒரு RSS தலைவர் இங்க வராருன்னு வச்சுக்கோங்க, இல்ல நம்ம பிரதமர் மோடிஜி அவர்களோ இல்ல உள்துறை அமைச்சரோ இங்க வராருன்னு வச்சுக்கோங்க, இந்த மாதிரி கண்டிஷன்ஸ் எல்லாம் போடுவீங்க? இந்த மாதிரி பவர் கட் பண்ணுவீங்க? இந்த மாதிரி வயர் கட் பண்ணுவீங்க? கொஞ்சம் கட் பண்ணி தான் பாருங்களேன். முடியாதுல, பேஸ்மெண்ட் அதிரும்ல. അങ്ങേര് നേരത്തെ പറഞ്ഞ് അങ്ങേര് വരുന്ന പരിപാടി മൂഞ്ചിക്കാൻ നോക്കുന്നുണ്ടെന്ന്, അത് കൃത്യമായിട്ട് വർക്കൗട്ടായി. അങ്ങേര് മൂഞ്ചി, അങ്ങേരുടെ മൂഞ്ചൽ അവിടെ നിന്നോട്ടെ, അത് വെച്ചിട്ട് ഒരു തായ്മണി വരുന്ന കൊണയ്ക്കുന്നതാണ് കാണിച്ചു തരാം. അയ്യോ എന്റെ വിജയനെ പണ്ണി, വിജയനെ പണ്ണി, എന്റെ വിജയനെ എന്റെ അച്ഛനെ പണ്ണിയത്, എന്നെ അങ്ങ് പണ്ണി വിജയണ്ണ. വിജയണ്ണൻ ബോണ്ടിങ് പറഞ്ഞില്ലേ, അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അത് അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല. ഷാനവാസിന് ഒരു തരത്തിലും അവന്റെ അടുക്ക ഒരു ആക്ട്, അതൊരു ആക്ട് ആണ്. അനീഷ് സ്ട്രോങ് ആണെന്ന് വിചാരിച്ചിട്ട് അനീഷിനെ കൂടെ പോയി ആയിരിക്കാം. യെസ്. പിന്നെ ആദില നൂറ പറയുന്ന കമ്മ്യൂണിറ്റി, അവരുടെ റെപ്രസെന്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിനെ അവരുടെ വോട്ട് നേടിയെടുക്കാൻ വേണ്ടി ഷാനവാസ് അവരെയും സപ്പോർട്ട് ചെയ്ത് പെങ്ങളെ കുട്ടികൾ. ആക്ച്വലി ഷാനവാസ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി, അതായത് LGBTQ പോട്ടെ, അതുപോലുള്ള ഒരു സംഭവത്തിന് അനുകൂലിക്കുന്ന ആളാണോ പ്രതികൂലിക്കുന്ന ആളാണോ അതെനിക്കറിയാൻ പാടില്ല. അത് അവന്റെ പിന്നെ അനുകൂലിക്കുന്ന ആളാവുമല്ലോ. അനുകൂലിക്കുന്ന ആളായിട്ട് എനിക്ക് അനുകൂലിക്കുന്നതുകൊണ്ടായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. തോന്നലല്ലേ? അല്ല, തോന്നലാണ്. പക്ഷെ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ ഒന്ന് കേസില് എന്തേലും ഒന്ന് ഉറപ്പിക്കാവോ? അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ? ഇയാളല്ലേ അകത്ത് പോയിട്ട് വന്നേ, ഇയാൾക്ക് ഷാനവാസിനോട് എന്തെങ്കിലും കേന്ദ്രമുണ്ടോ? പക്ഷെ അനീഷിന്റെ അടുത്ത് ഷാനവാസ് കാണിക്കുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു സൗഹൃദമാണെന്ന് എനിക്കും തോന്നിയിട്ടില്ല. കാരണം എന്റെ പ്ലാനിങ് ആയിരുന്നു, എനിക്ക് അവന്റെ സൗഹൃദം എങ്ങനെയും നേടിയെടുക്കണം എന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് കാണുന്നവരോടാണ്, ബിഗ് ബോസ് നമ്മളും ചെറുതായിട്ടൊക്കെ കാണും. എന്നെ ഒരാളും കൂടിയിട്ട് എന്നെ ഇന്ന് വരെ എന്നെ ആരും പിന്നെ 9 ചാന്ത് പൊട്ടുന്നോ പിന്നെ കൈയടിക്കുകയെ അങ്ങനത്തെ ഒരു നിലവിളിക്കുന്ന, നമ്മൾ റെസ്പെക്റ്റ് വാങ്ങുന്നത് നമ്മുടെ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചില ആൾക്കാർ നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിവിടെ മാത്രമല്ല, മലേഷ്യയിൽ പെണ്ണുങ്ങളായ ഇങ്ങനെ 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 നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഏത് പെണ്ണങ്ങനെ നടക്കണേ? ആരും നടക്കണില്ല. എന്തിനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ? ഇതിപ്പോ ഈ പെണ്ണൊന്ന് കാട്ടാൻ വേണ്ടി നടക്കാണ്. അപ്പൊ ഞാനിപ്പോ നിങ്ങൾ നടക്കുന്നത് ഇത്രയും ദൂരം കണ്ട് എന്നെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? എനിക്ക് എന്ത് നടക്കുമോ ഞാൻ അത്രയും നടക്കുന്നുള്ളൂ. പിന്നെ ഈ അഭിനയം, ഞാൻ ഡാൻസറാണ്, പക്ഷെ എനിക്കിപ്പോ കയ്യും കലാശവും ഒക്കെ കാണിച്ചിട്ട് കണ്ണക്കുരുട്ടി, അതേ ഞാനേ എന്ത് ചാന്ത് പൊട്ടിലൊക്കെ കാണിച്ച ആ ഒരു എൻ്റെ അടുത്ത് ഇത്രയും ഞാൻ സംസാരിച്ചതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു? ഇല്ലല്ലോ. അപ്പോ സത്യം പറഞ്ഞാല് ഒരാണ് സ്ത്രീയായി മാറണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ അവയവമൊക്കെ മാറ്റിയിട്ടുള്ള ഒരാളും കോപ്രായങ്ങൾ കാണിക്കുന്നില്ല. ഇതൊന്നും മാറ്റാത്ത കുറെ ധാരകളാണ് ഈ കിടന്ന് അപരാധം കാണിക്കുന്നത്. ആണുങ്ങൾ പെണ്ണുങ്ങളാവുന്നത് പ്രശ്നമുള്ളൂ, പെണ്ണുങ്ങൾ ആണാവുന്ന അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആണ് പെണ്ണായ दाबू दे वसामा का बेटा है.
അബ്ര, ഖുറേഷി അബ്ര. എന്റെ പൊന്ന് ഏജന്റ്, నేను చూసి ఆగగలనా, మనసు మీద వయసుకున్నాదుకు చెప్పతగునా. സാമജവരഗമന എഫക്ട്. നീ എന്തോ പറഞ്ഞാലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. കാരണം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നും ഞാൻ എന്നും ഓരോ വീഡിയോ നീ ചെയ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒന്ന് ഷഫാം എന്റെ പ്രിയപ്പെട്ടവനാണ്. ഷഫാം എനിക്കിങ്ങനെ വിക്കി ഞാൻ 2 ദിവസം വീഡിയോ ചെയ്യാതിരുന്ന ഷഫാം എനിക്ക് ഒന്ന് മെസ്സേജ് അയക്കും, വിക്കി എന്ന് പറഞ്ഞിട്ട്. വിക്കി നല്ല സപ്പോർട്ടറാണ്. അതേപോലെയാണ് ഇവനും. നല്ലൊരു നമ്മളെ സപ്പോർട്ട് ചെയ്യും. ചെയ്. ഐ ലവ് ഹിം, ഹി ലവ് മീ. ലാലേട്ട സീറ്റ് പിടിച്ചതൊക്കെ അത് ഞങ്ങൾ വെറുതെ തമാശക്ക്, അനീഷേട്ടന് ഇഷ്ടമാണ്, ഇഷ്ടക്കേടൊന്നുമില്ല. അപ്പൊ അത് തമാശക്ക് വെറുതെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഇവിടെ എനിക്ക് കണ്ടുകൂടാ, പക്ഷെ ഇവളുടെ കൂടുള്ള കൊച്ചു ഒരു ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ചൊറിയും. പിന്നെ മാത്രം കഴിയില്ല. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. പുള്ളി ഇച്ചിരി ദേഷ്യക്കാരിയാണ്. പക്ഷെ എനിക്ക് അനീഷിനത്ത് തോന്നിയിട്ടുള്ളത് പുള്ളിക്കാരത്തേക്ക് അനീഷിനെ വലിയ ഇഷ്ടമാണ്. ഇവിടെയുള്ള ചേട്ടന്മാരിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ ചോദിക്കും എന്തിനാണ് അനീഷിനെ ഇങ്ങനെ കളിയാക്കുന്നത്, അല്ലെ കളിയാക്കുന്നില്ല, എപ്പോഴും ഇങ്ങനെ കളിക്കുന്ന ചോദിക്കുമ്പോ എന്തോ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ലവ്. വലിയ മത്സരം, അതെ വലിയ മത്സരമാണ്. തുമ്പി, എന്റെ തുമ്പിയെ വീഴ്ത്തല്ലേ. വടം വലിയ തന്നെയാണല്ലോ അല്ലേ നോക്കുന്നത്. പുറകിൽ ഒരു വീടുണ്ട് കേട്ടോ, നല്ല ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയൊരു വീടാ. തുമ്പി കുർല മമ്മി. എടാ വേണ്ട, എടാ ചെയ്യില്ലേടാ, എടാ ഇവനെ നീ ചെയ്യില്ല, ഞാൻ പറയുന്ന കേക്ക്. അവ അങ്ങനെ പലതും പറയും. വലയാൻ പോവാ നീ. ബ്യൂട്ടിഫുൾ, ഗ്രേറ്റ്, അമേസിംഗ്. ഇതിനു വേണ്ടി നോക്കാൻ നീ എന്താ തമ്പിയാണോ? ഇങ്ങനെ പോയ ആരാടാ മൈര നിന്നെ നോക്കാത്തെ? ഓന്തുളുക്കി ചുമന്ന പെയിന്റ് എടുത്ത് തല വെച്ചേക്കുക. കാവടിപ്പുണ്ട. ശരിക്ക് നമ്മളൊക്കെ കണ്ടസ്റ്റൻസാ. ഇത് ടീച്ചറും സ്റ്റുഡൻസും പോലെ ഉണ്ട്. മോശം എന്ന് പറഞ്ഞാൽ മോശം, വളരെ മോശം. നാളെ മറ്റന്നാളും കൂടെ ഉള്ളൂ. നാളെ മറ്റന്നാളും കൂടെ ഉണ്ട്. ആ പറഞ്ഞതിന്റെ ധ്വനി മനസ്സിലായോ? നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ലക്ഷ്മി ഇവിടെ ഉണ്ടാവില്ല. മനസ്സിലായി, ധ്വനിയൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്തോ ലക്ഷ്മിയോടൊരു ഇഷ്ടമൊക്കെ ഉണ്ട് ഇപ്പൊ. പക്ഷെ നീ പോയതിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. അവള് പുതിയൊരു ഫോൺ എടുത്ത് അവളത് കാണിക്കും. ഇനി അതടുത്ത് പിച്ചിടാ. ദേവാനന്ദ് എന്ത് ചെയ്യുന്നു? ഞാൻ ലിഫ്റ്റിംഗ് ചെയ്യുവാൻ, ബോഡി ബിൽഡിംഗ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് തോന്നുന്നില്ലെന്ന് അതിന് പൊട്ടിച്ചു. ഫ്ലെക്സ് ചെയ്ത് കാണിച്ചു. ഇതൊക്കെ ഫ്ലെക്സ് ചെയ്ത് കാണിക്കണം.
അവിടെ ഫ്ലെക്സ് ചെയ്ത് കാണിക്കുന്നത് കാണിക്കാൻ പറഞ്ഞിട്ടല്ലേ കാണിക്കാത് അവന് മ്യൂസിക് വിത്ത് ബോഡി പാവം അവളുമാർക്ക് ആ പട്ടി ഷോ എന്ന് പറഞ്ഞവളുടെ പട്ടി ഷോ കാണാനാ വയ്യാത്ത. ഞാൻ ഷെയ്ൻ്റെ കൂടെ ആദ്യമായിട്ടാണ്. എൻ്റെ കൂടെ ഒരു പടത്തിൽ കൂടുതൽ അഭിനയിച്ചിരിക്കുന്ന ടൊവിനോയും സൗബിനും മാത്രം, രാജേഷ് മാധവനും മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ആ കാര്യത്തിൽ മമ്മൂക്കായാണ് ഫോളോ ചെയ്യുന്നത്. കാര്യം അദ്ദേഹം ഒത്തിരി പുതിയ ഡയറക്ടേഴ്സിന് അവസരം കൊടുത്തിട്ടുള്ള, മലയാളത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന എന്തുമാത്രം ഡയറക്ടേഴ്സാണ് മമ്മൂക്ക വരി വന്നേക്കുന്നത്. ആഷിഖ് അബു, അൻവർ റഷീദ്, അമൽ നീരജ്, അങ്ങനെ ഇപ്പം ഒത്തിരി പേരുണ്ട്. അന്നേരം ഷെയ്ൻ എന്ന നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇപ്പം ഇതിനകത്തൊരു വലിയ കോയിൻസിഡൻസ് വെച്ചാൽ ഈ സിനിമയുടെ കഥ പറയുന്ന സമയത്ത് ഷെയ്ൻ എൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്തായിരുന്നു. നേരം ഈ ഇൻഡസ്ട്രിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷെയ്നും ഉഴപ്പനാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരം പിന്നെ എനിക്കുള്ള ധൈര്യം എന്ന് വെച്ചാൽ ഷെയ്ൻ നേരെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് കേട്ടതായിരുന്നു ധൈര്യം, പിടിച്ചോണ്ട് പോയല്ലോ. പക്ഷെ സിനിമയിൽ വന്നപ്പം എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ ആക്ടേഴ്സിനേക്കാളും അല്ലെങ്കിൽ അവരോടൊപ്പം ഇത്ര മര്യാദക്കാരനെ പറ്റിയൊക്കെയാണ് ആൾക്കാർ പറഞ്ഞതെന്നൊക്കെ ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്. ഷെയ്ൻ നിഗം ശരിക്കും ആള് മാറിപ്പോയി. ഭയങ്കര അടിപൊളി മനുഷ്യനാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഓരോരോ തെറ്റുകളും അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നതാണ്, അയാൾ ചെയ്ത് കാണത്തില്ല. നമ്മളോരോന്ന് കാണുന്നത് കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരുന്നതെന്ന് സത്യമല്ലല്ലേ ഇവിടുത്തെ ന്യൂസ് പുണ്ടകള്. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ പ്രതിയാന്നേ. മാങ്ങയാണോ മാങ്ങേണ്ടിയാണോ ആദ്യം ഉണ്ടായത്? മാങ്ങണ്ടിയായ ഫസ്റ്റ് വന്നത്. മാങ്ങണ്ടി അതാണ് ആദ്യം ഉണ്ടായത്. അതെ, മാങ്ങണ്ടി എന്ന് പറഞ്ഞ സീഡാണ്. ആ സീഡില്ലെങ്കിൽ എങ്ങനെയാണ് മാങ്ങ വന്നത്? എനിക്കറിയില്ല, ഞാൻ ചോദിക്കാണ്. അതാ പറഞ്ഞ സീഡിൽ നിന്നാണ് ഒരു മാങ്ങ വന്നത്. അപ്പൊ ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ ഒരു മാങ്ങണ്ടി വന്നപ്പോഴാണ് ഒരു മാങ്ങ വന്നത്. ഇല്ലെങ്കിൽ രണ്ട് മാങ്ങ തമ്മിൽ അല്ല, സോറി, അത് പൊതുവെ ഈ അണ്ടി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു പ്രതിഭാസമാണ്. ഈ അണ്ടി ഉള്ളിടത്തെല്ലാം ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അണ്ടിയുള്ളവരെല്ലാരും അഭിമാനത്തോടു കൂടി എന്തോ പറയാനിരുന്നൊക്കെ കുയിലെ പിടിച്ച് കൂട്ടിലടച്ച് പൂവെ സൊല്ലുകിற ഉലകം മയിലെ പിടിച്ച് വായിക്കൊടുത്ത്. നമസ്കാരം, മറ്റൊരു അവരാധ വീഡിയോയുമായി ഇനിയും വരാൻ രമാ വേണു ആരാന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അച്ഛനും എന്റെ അമ്മയുമാണ്. പവേഡൻ ബൈ അവരാണ് എന്നെ ഉണ്ടാക്കിയത്. വീണ്ടും കാണാം.